നമ്മളിപ്പോൾ ഉള്ളത് എയിംസ് ഡൽഹിയിലാണ്. ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് കുറച്ച് മലയാളി സ്റ്റുഡൻസ് ആണ്. ഞാൻ ഓരോരുത്തരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മഞ്ജിമയാണ് 2024 ബാച്ചിലുള്ള, 2025 ബാച്ചിലുള്ള ഷെഫിന് കൂടെ ഉണ്ട്, പിന്നെ 2024 ബാച്ചിലെ സനം ആൻഡ് 2024 ബാച്ചിലെ നന്ദന. ഇവരോട് നമ്മൾ എയിംസിൻ്റെ വിശേഷങ്ങളും പിന്നെ എങ്ങനെയാണ് ഇവർ എയിംസിൽ എത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ചോദിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തിനാണ് ഒരു പ്രത്യേകത ഉണ്ടല്ലേ ഷെഫിനെ? ഈ സ്ഥലം എന്താണ്? ഇത് നമ്മുടെ എയിംസിലെ മോട്ടിവേഷൻ ലൈൻ എന്ന് പറയും. മോട്ടിവേഷൻ ലൈൻ പേരിൽ മോട്ടിവേഷൻ ഉണ്ടെങ്കിലും നമ്മളിവിടെ ചുമ്മാ അങ്ങനെ കാറ്റൊക്കെ കൊള്ളാൻ വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഇരിക്കാൻ നല്ല സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അതെ, ഇവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു പാർക്ക് പോലെ, ചെറിയൊരു ലൈന് പോലെയാണ് അല്ലേ. അപ്പം നമുക്ക് ചോദിച്ചു തുടങ്ങാം. അപ്പം നമ്മൾ ആദ്യം ചോദിക്കാൻ പോകുന്നത് നന്ദനോടാണ്. നന്ദനോട് എന്താണ് എയിംസ് ഡൽഹിയിലെ വിശേഷങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാൻ പോകുന്നത്. നന്ദന, എങ്ങനെയുണ്ട് എയിംസ് ഡൽഹിയൊക്കെ? എയിംസ് ഡൽഹി എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും ഒരു ഡ്രീം കോളേജാണ്. അതായത് നീറ്റ് എന്നൊരു സ്വപ്നത്തിലുള്ള എല്ലാവരുടെയും ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള ഒരു കോളേജ് തന്നെയായിരിക്കും എയിംസ്. എൻ്റെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ വരാൻ പറ്റിയത് എനിക്ക് ഭയങ്കര എന്താ പറയുക, എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇവിടെ, അടിപൊളിയാണ്. ക്യാമ്പസ് നല്ല ക്യാമ്പസാണ്. ഞാൻ കേരളത്തിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ലാംഗ്വേജ് ഇഷ്യൂ എല്ലാവരും ചോദിക്കാറുണ്ട്. എനിക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കവിടെ ടീച്ചിങ് മീഡിയം ഒക്കെ തന്നെ ഇംഗ്ലീഷിലൊക്കെ തന്നെയാണ്. പിന്നെ പോസ്റ്റിങ്സ് വരുമ്പോഴത്തേക്കിനും കുറച്ച് നമ്മളിവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള, അതായത് ഹിന്ദി അറിയാവുന്ന ആൾക്കാർ, ഹിന്ദി മാത്രം അറിയാവുന്ന ആൾക്കാരുമായിട്ടായിരിക്കും നമ്മൾ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരിക. അപ്പം നമ്മൾക്ക്, അതായത് സെക്കൻഡ് ഇയറിലാണ് നമുക്ക് പോസ്റ്റിങ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഒട്ടും ഹിന്ദി അറിയത്തില്ലാത്ത ആൾക്ക് പോലും ഹിന്ദി പഠിച്ചെടുക്കാൻ വേണ്ടിയുള്ളൊരു അവസരമുണ്ട് ഇവിടെ. അപ്പോൾ ടീച്ചിങ് രീതിയിൽ അതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ പോസ്റ്റിങ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഹിന്ദി അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു പുതിയൊരു ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇനിയിപ്പം ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ ഒരു ജോലി, എയിംസിൽ പഠിക്കുന്ന എല്ലാവരുടെയും ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കയറുക എന്നുള്ളതാണ്, പി ജിക്കാണെങ്കിലും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും എന്തായാലും ഹിന്ദി അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണെങ്കിലും വലിയ കുഴപ്പമില്ല, ഹിന്ദിയൊക്കെ കുഴപ്പമില്ലാണ്ട് തന്നെ പോകുന്നു. പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നമുക്ക് പല പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആൾക്കാർ ഫ്രണ്ട്സായിട്ടുണ്ട്. ഇപ്പം മലയാളികൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. ഇപ്പം എല്ലാ സീനിയർ ബാച്ചിലെയും ജൂനിയർ ബാച്ചിലെയും എല്ലാ മലയാളീസും നല്ലൊരു യൂണിറ്റിയിലാണ് ഇവിടെ പോകുന്നത്. അതല്ലാതെ തന്നെ പല സ്റ്റേറ്റ്സിൽ നിന്ന് ആൾക്കാരായിട്ടുള്ള ഒരു ഇപ്പോൾ പോസ്റ്റിങ്സിനാണെങ്കിലും നമ്മളെല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. അവർ നമ്മളെ നന്നായി ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ലാംഗ്വേജിൻ്റെ ഇതിലാണെങ്കിലും നമുക്കാണ് കുറച്ച് സൗത്ത് ഇന്ത്യൻസിനാണ് കുറച്ചും കൂടി ഒരു ഇതുണ്ടാകുന്നത്. അപ്പം ഇവരായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഇത് പേഷ്യൻസായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഫ്രണ്ട്സായിട്ടായിരിക്കും എല്ലാം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊരു അപ്ലൈ ചെയ്യുന്നൊരു അവസരമായിരിക്കും പേഷ്യൻസിൻ്റെ അടുത്ത്. അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എയിംസിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ടോ എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസരം ഇവിടെയുണ്ട്. ഞാനിവിടെ വന്നിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിച്ചു, ഫുട്ബോൾ കളിച്ചു. പിന്നെ ഞാൻ പണ്ട് കുറച്ച് ബാസ്കറ്റ്ബോൾ കളിക്കുമായിരുന്നു. അതും ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കളിക്കാത്തതാണ്. അതുകൊണ്ട് കളിക്കുന്നു. ബാഡ്മിൻ്റൺ കളിക്കുന്നു. ടേബിൾ ടെന്നീസ് ആൾക്കാർ വിളിക്കലുണ്ട് കളിക്കാനായിട്ട്, പക്ഷേ താല്പര്യത്തോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എല്ലാം എന്നാണോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഇവിടെയുണ്ട്. ഇപ്പം ഇവിടെ ഗേൾസ് പൊതുവെ കുറച്ച് കുറവാണ്. നമുക്ക് മെറിറ്റ് വെച്ചിട്ടാണല്ലോ ഗേൾസ് കുറച്ച് കുറവാണ് വരുന്നത്, എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവർക്ക് അവരുടെ ഒരു റേഷ്യോ കുറവായതുകൊണ്ട് തന്നെ അവരെ ഒരിക്കലും എല്ലാത്തിനും ഇവർ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ ഒരു ബോയ്സ് കൂടുതലായിട്ടുള്ള സ്ഥലമാണെന്ന് വെച്ചിട്ട് നമ്മളെ ഒന്നിനും മാറ്റി നിർത്തുകയൊന്നുമില്ല. നമുക്കിപ്പോൾ ഒറ്റയ്ക്കൊരു ഫുട്ബോൾ ടീം ഉണ്ടാക്കാനുള്ളൊരു ആൾക്കാർ ഇവിടെ ഇല്ലെങ്കിൽ ഇവർ ബോയ്സിൻ്റെ ടീമിൽ നമ്മളെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ബോയ്സിൻ്റെ ഒരു ഫുട്ബോൾ മാച്ചാണ് ഇവിടെ നടത്തുന്നതെങ്കിൽ ഒരു ടീമിൽ ഒരു 3 ഗേൾസ് വേണം എന്നുള്ളത് ഇവിടെ കമ്പൽസറിയാണ്. നമ്മളെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നൊരു കാര്യമാണ്. ആക്ച്വലി അത് നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് എല്ലാത്തിലും ഒന്ന് കയറി പഠിക്കാൻ പറ്റി. കുറച്ച് സംഭവങ്ങളാണെങ്കിൽ പോലും ഒന്നും അറിയുന്നില്ല, അത് വേറെ കാര്യം. എന്നാൽ പോലും പിന്നെ എന്താണ് എയിംസിനെ പറ്റി പറയുകയാണെങ്കിൽ ക്യാമ്പസ് ഞാൻ പറയായിരുന്നു. നമുക്കിപ്പോൾ ഹോസ്റ്റൽ സെക്കൻഡ് ഇയർ തൊട്ടാണ് നമുക്ക് ഹോസ്റ്റലിൽ സിംഗിൾ റൂംസ് അലോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഡബിൾ ഒക്യുപ്പൻസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹോസ്റ്റൽ ഇപ്പോൾ ചേഞ്ചായി, നമുക്ക് സിംഗിൾ റൂം അലോട്ട് ചെയ്തു. നല്ല റൂമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്. എനിക്ക് അറിയില്ല എത്ര ഹോസ്റ്റൽസിൽ എത്ര കോളേജിൽ ഇങ്ങനെ സിംഗിൾ റൂംസ് അലോട്ട് ചെയ്യുന്ന സംഭവം എനിക്കറിയില്ല. പക്ഷേ ഇവിടെ അങ്ങനെയുണ്ട്. അതിന് നമുക്കൊരു ഫീസും ഇല്ല. നമുക്കിവിടെ ആകെ ഫസ്റ്റ് ഇയറിൽ ഞാൻ കൊടുത്ത ഒരു 5,000 ആണ് എൻ്റെ ഓർമ്മയിലുള്ള ആകെയുള്ള ഫീസ്. പിന്നെ നമ്മളിവിടെ ഫുഡ് കഴിക്കുന്നതിന് ഉള്ള എക്സ്പെൻസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എയിംസിലെ. ഓ, അടിപൊളി.
ഇനി എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ നീറ്റിന് പഠിക്കുന്ന സമയത്ത് കുറേ ഡിഫിക്കൽട്ടി നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവല്ലോ. ഷെഫിന് എന്തിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ പേഴ്സണലി എനിക്ക് വന്നപ്പോൾ ഏറ്റവും ട്രബിൾ ഉണ്ടായിരുന്നത് ഫിസിക്സിലായിരുന്നു. അപ്പം ഞാൻ കൂടുതൽ ഫിസിക്സ് ആയിരുന്നു മോസ്റ്റ് ഓഫ് ദ ടൈം ഹോസ്റ്റലിൽ സ്പെൻഡ് ചെയ്തത് സ്റ്റഡി ടൈം. ഇപ്പോൾ ഫിസിക്സിൻ്റെ തിയറി ചെയ്യുക, ഫിസിക്സിൻ്റെ ഫോർമുല ഒക്കെ പഠിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക, പിന്നെ പുറത്തു നിന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് PYQs ഒക്കെ ചെയ്യുക. അപ്പോൾ എനിക്ക് കാരണം എക്സാമിന് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരുന്നു. നല്ല ടഫ് ക്വസ്റ്റ്യനൊക്കെ നമ്മളിങ്ങനെ കുറേ ചെയ്ത് ക്രാക്ക് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരുന്നു. ബയോളജിയും കെമിസ്ട്രി ഓഫ് കോഴ്സ് പഠിക്കുമായിരുന്നു, പക്ഷേ എനിക്ക് കൂടുതൽ ഡിഫിക്കൽട്ടായത്, എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഫിസിക്സ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ടൈം അതിന് തന്നെ സ്പെൻഡ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. അപ്പം അടുത്ത നേരെ ആ ക്വസ്റ്റ്യൻ ഞാൻ മഞ്ജിമക്ക് തരികയാണ്. ഈ കൂടുതലായിട്ട് നീറ്റിൻ്റെ സമയത്ത് എന്തിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ കൂടുതലും NCERT തന്നെ റിപ്പീറ്റ് ചെയ്ത് പ്രത്യേകിച്ചും ബയോളജി ഒത്തിരി തവണ വായിച്ചിട്ടുണ്ട്. ഫിസിക്സ് ഞാൻ 1-2 തവണ മാത്രമേ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. കെമിസ്ട്രിയും വായിച്ചിട്ടുണ്ട്. വായിക്കേണ്ട കുറച്ച് തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അധികം വായിച്ചിട്ടുണ്ട്. ഓർഗാനിക് ഒക്കെ അതുപോലത്തെ ഒക്കെ. പിന്നെ ബയോളജി റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വായിക്കുകയാണ്. ലൈക്ക് വീക്കിലി ഓരോ ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി വെച്ച് ഓരോ വീക്കും ഇത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, ഇനി നീറ്റ് ആവാൻ എത്ര വീക്ക് ഉണ്ട്. അപ്പം മൊത്തത്തിലൊരു 4-5 തവണ കഴിയുന്ന രീതിയിൽ ഷെഡ്യൂളൊക്കെ ഈ NCERTൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നോ ബയോളജിക്ക്? അതെ. ഇപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ തൊട്ട് ഉച്ചവരെ ടൈമിൽ NCERT ഒക്കെ തിയറിയൊക്കെ വായിക്കുന്നതാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആ സമയങ്ങളിൽ കൂടുതലും ക്വസ്റ്റ്യനാണ് ചെയ്യാറുള്ളത്. PYQs പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് അതൊക്കെ തന്നെ കൂടുതലും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ചോദിക്കാൻ പോകുന്നത് 2024 ബാച്ചിലുള്ള സനത്തിനോടാണ്. സനം എന്തായിരുന്നു നീറ്റിൻ്റെ സമയത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ മെയിൻലി ആദ്യമൊക്കെ ഫുള്ള് ചാപ്റ്റർ വൈസ് ആയിട്ട് പ്രോബ്ലംസ് ചെയ്യും. പക്ഷെ ലാസ്റ്റിലോട്ട് എത്തിയപ്പോൾ മെയിൻലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇപ്പോൾ ഒരു ദിവസം ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്താലും ഒരു ദിവസം ഒരു PYQ എങ്കിലും ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് 15 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ട് ഓരോ ദിവസം അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒരു വർഷത്തെ ചെയ്തു, പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും അത് തന്നെ, അങ്ങനെ അത് ആക്കി. അപ്പോൾ പാറ്റേൺ ഒക്കെ സെയിം ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ PYQസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട്. അതന്നെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മോക്ക് ടെസ്റ്റ് വീണ്ടും അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നീറ്റ് എക്സാം എഴുതിയ സമയത്ത് ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ തന്നെയാണ് വന്ന് തോന്നിയോ? അതെ. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നി. അപ്പോൾ ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡിലാണ് പഠിച്ചതല്ലേ. നന്ദന് കൂടുതലായിട്ട് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ മിസ്റ്റേക്ക് ബുക്സ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു. ഓരോരോ വീക്ക്ലി എക്സാം കഴിയുമ്പോഴും എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഒരു ബുക്കല്ല, 5 ബുക്ക് ഉണ്ടായിരുന്നു. എൻ്റെ മിസ്റ്റേക്സ് അത്രങ്ങാനും ഉണ്ടായിരുന്നു. ഓരോ എക്സാം കഴിയുമ്പോഴും സംശയമുള്ള ക്വസ്റ്റ്യൻസ്, നമുക്ക് തെറ്റിപ്പോയത് മാത്രമല്ല നമ്മൾ എഴുതേണ്ടത്. അതൊരു പലരും അങ്ങനെയാണ് ചെയ്യുന്നത്, തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതും. അങ്ങനെയല്ല, ഞാനൊരു എക്സാം എഴുതുമ്പോൾ തന്നെ എനിക്കതിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എങ്കിലും ഞാനത് അറ്റൻഡ് ചെയ്യും, അത് കറക്റ്റ് ആവും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് പിന്നെ നമ്മൾ തെറ്റിക്കുന്നത്. അതായത് അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയൊരു ക്വസ്റ്റ്യൻ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതായി പോകും. അപ്പം ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അപ്പം തന്നെ സർക്കിൾ ചെയ്യും. അത് ചിലപ്പോൾ അറ്റൻഡ് ചെയ്തിരിക്കും, ചിലപ്പോൾ അതിന് മാർക്ക് കിട്ടിയെന്നിരിക്കും, പക്ഷേ എങ്കിലും ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ മിസ്റ്റേക്ക് ബുക്കിലോട്ട് എഴുതണം. അപ്പം എൻ്റെ മിസ്റ്റേക്ക് ബുക്കിൽ ഉണ്ടാകുന്ന 3 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ്, തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, നമ്മൾ അറ്റൻഡ് ചെയ്യാതെ വിട്ട ക്വസ്റ്റ്യൻസ്. ഈ 3 ക്വസ്റ്റ്യൻസും കൂടെ കമ്പൈൻ ചെയ്യുക. എല്ലാ എക്സാമും കഴിഞ്ഞിട്ട് ഇത് നമ്മൾ എഴുതുക. അപ്പം അടുത്ത എക്സാമിന് ഇതേ മിസ്റ്റേക്സ് വരുത്തുന്നത് ഒരിക്കലും ഒരു തെറ്റുള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ അടുത്ത എക്സാമിലേക്ക് സെയിം മിസ്റ്റേക്സിനെ കൊണ്ടുപോകുന്നതാണ് തെറ്റായിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് നീറ്റ് എക്സാം വരെ തെറ്റ് വരുത്താം, അതിലൊരു പ്രശ്നമൊന്നുമില്ല. നീറ്റ് എക്സാം വരെ തെറ്റിച്ച് തന്നെ പോകണം. എങ്കിലേ അത് നിങ്ങളുടെ തെറ്റിന്ന് പഠിച്ച് വേണം. നിങ്ങൾ തെറ്റിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ആയിരിക്കും നിങ്ങളുടെ വിജയത്തിലേക്കുള്ളത് എന്നുള്ള മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഓരോരുത്തർ ഓരോ രീതിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന പാർട്ട്, ചില ആൾക്കാർ ഫിസിക്സിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക, ചില ആൾക്കാർ കെമിസ്ട്രി ആയിരിക്കും, ചില ആൾക്കാർ ബയോളജി ആയിരിക്കും. ഇനി ചിലവർക്ക് തന്നെ നന്നായിട്ട് ഇക്വേഷൻ ബുക്കൊക്കെ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ചില ആൾക്കാർക്ക് ഷോർട്ട് നോട്ട് എഴുതിയിട്ട് പഠിക്കണം. പിന്നെ പറഞ്ഞ പോലെ സനൊക്കെ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്ത് സ്കില്ലുണ്ടാക്കിയ സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പഠിക്കാൻ പറ്റുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ അല്ലേ, നിങ്ങളെല്ലാവരും ഇവരെ ജൂനിയേഴ്സൊക്കെ ആയിട്ട് വരട്ടെ. എയിംസ് ഡൽഹിയിൽ ഇവരൊക്കെ ജൂനിയേഴ്സ് ആയിട്ട് വരട്ടെ, ഇവരൊക്കെ സീനിയേഴ്സ് ആയിട്ടുണ്ടാവും. ഇവിടെ മല്ലു ഗ്യാങ് ആണ് ഇവിടെ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ.